എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് വിഭവമാണ് എഗ് ഫ്രൈഡ് റൈസ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി ആദ്യം നമുക്ക് ബസ്മതി റൈസ് എടുക്കാം. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇടാം. എന്നിട്ട് അതിൻ്റെ ഈർപ്പം നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതേപോലെ ഇളക്കാം. അരിയുടെ ഈർപ്പം മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ 2 ഫുൾ ഗ്ലാസ് വെള്ളവും 2.25 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം നന്നായി വറ്റി കിട്ടും. അപ്പോൾ ഇത് പാകത്തിന് വേഗമാവും. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൽ തന്നെ ഇരുന്നാൽ വെന്ത് പോവും. ഇതിങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് 1 കപ്പ്, ബീൻസ് 1 കപ്പ്, ക്യാപ്സിക്കം 1 കപ്പ്, ഉള്ളി 1, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 6, ഇഞ്ചി ചെറിയൊരു കഷ്ണം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നപ്പോൾ നമുക്ക് വലിയ ഉള്ളി മുറിച്ച് വെച്ചത് ഇടാം. ഇനി അതിലേക്ക് ക്യാരറ്റ് ഇടാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ബീൻസ് ഇടാം. അതും ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ക്യാപ്സിക്കം ചേർക്കാം. പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർക്കാം. ഇപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തു. വെള്ളം ഒഴിക്കാതെ തന്നെയാണിത് വേവിച്ച് എടുത്തത്. ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്തു. സോയാ സോസിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് ഉള്ളി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇതുപോലെ ഒഴിക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ മുട്ട റെഡിയായി. ഇനി ഈ മുട്ട നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി കൂട്ടിലേക്ക് ചേർക്കാം. എല്ലാം കൂടി തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ചേർക്കാം. ഉടഞ്ഞു പോകാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ അരി വെന്ത് പോയിട്ടൊന്നുമില്ല. എല്ലാം ഒറ്റയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു വിഭവമാണ് എഗ് ഫ്രൈഡ് റൈസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.